പ്രിയ ശ്രോതാവേ, ഈ മഹത്തകരമായ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ഇന്ന് നമുക്ക് ശ്രമിപ്പാൻ ദൈവം തരുന്ന നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ മുക്കിനും മൂലയിലും അനേക ആയിരങ്ങൾ ഈ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഇരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായിട്ട് സുലഭമായ രീതിയിൽ ദൈവത്തിൻ്റെ വചനം ലോകത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക ജനത ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ കൂടാണ് നാം ജീവിക്കുന്നത്. അനേക ആളുകൾക്ക് ദൈവത്തിൻ്റെ വചനം സന്തോഷവും സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് 49-ാം അധ്യായം വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ആമുഖമായിട്ട് ഞാൻ വായിക്കുന്നു. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതിയെ തടയുവാൻ ലോകത്തിൽ പിശാചിനോ ദുഷ്ട മനുഷ്യനോ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല എന്ന് ഈ ജോസഫിൻ്റെ അനുഭവം തുടർന്ന് പഠിക്കുമ്പോൾ അറിയാൻ കഴിയും. ലോകത്തിൽ അനേക ദുഷ്ടശക്തികളും നരകത്തിലെ പിശാചും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയെ തകർത്ത് കളയുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, ദൈവത്തിന് പ്രയോജനമുള്ള മകനായിട്ട്, അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട്, സ്വർഗത്തിലെ ദൈവം അവനെ കണ്ടതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നാം വായിക്കുന്നു. 37-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ജോസഫിന് തൻ്റെ പ്രിയപ്പെട്ട പിതാവിൽ നിന്നുള്ള വലിയൊരു സ്നേഹം തനിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് മക്കളെ മാതാപിതാക്കന്മാർ വളരെ ലാളിച്ച് സ്നേഹിച്ച് അവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. സാധാരണ ഒരു മകനുള്ളവനും അല്ലെങ്കിൽ ഒരു മകളുള്ളവനും ഒറ്റ മക്കൾ മാത്രമുള്ള മാതാപിതാക്കന്മാർ ഇന്ന് ലോകത്തിലുണ്ട്. അതുപോലെ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കന്മാരെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് മാതാവിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന 100% സ്നേഹം അവർ ആഗ്രഹിക്കുന്നു. ചില മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ വേർതിരിച്ച് ഒരു മകനോട് അല്ലെങ്കിൽ ഒരു മകളോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും മറ്റേ മക്കളോട് അത്രയധികം സ്നേഹം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് അവരങ്ങനെ ആണെങ്കിൽ തന്നെയും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്കെല്ലാവരോടും സ്നേഹമുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. 2 ആൺമക്കളെ കർത്താവ് എനിക്ക് തന്നു. ഞാൻ വിദേശത്തേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ ആ സാഹചര്യത്തിൽ എൻ്റെ ഒരു മകനെ ഞാൻ ഒരു ചുംബനം കൊടുത്തു. മറ്റേ മകൻ അടുത്ത് ദൂരെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അവന് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. വർഷത്തിന് ശേഷം ഞാൻ ലീവിൽ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അവനുമായിട്ട് ചില സംസാരത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ അവൻ എന്നോട് പറയണ, പപ്പ എൻ്റെ ജ്യേഷ്ഠന് പപ്പ അന്ന് ഉമ്മ കൊടുത്തിട്ട് പോയി, പക്ഷേ എനിക്ക് തന്നില്ല. അവൻ്റെ നിറ കണ്ണുകളോടുകൂടെ അവൻ എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ട മാതാവേ, ഞാൻ അവനോട് പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു, മോനെ, നിനക്കെന്നോട് സ്നേഹം, നിന്നോട് എനിക്ക് അമിതമായിരിക്കും സ്നേഹമുണ്ട്. സാധാരണ നാട്ടിൻപുറത്ത് നമുക്ക് ശർക്കര കിട്ടാറുണ്ട്. ഈ ചക്കരയുടെ അതിൻ്റെ അകവും പുറവും ഒരുപോലെയാണ് അതിൻ്റെ മധുരം ഇരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, മോനെ, നിന്നോടുള്ള സ്നേഹം 2 പേരോടുള്ള തുല്യമായിരിക്കും സ്നേഹമാണെന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കാനൊക്കെ ഇടയായി തീർന്നു. ഇവിടെ എന്താണ്, ജോസഫിനോട് തൻ്റെ പ്രിയപ്പെട്ട പിതാവായിരിക്കുന്ന യാക്കോബിന് വലിയ സ്നേഹം തോന്നി. കാരണം എന്നറിയാമോ, വാർദ്ധക്യത്തിൽ അവന് ലഭിച്ച സന്തതിയാണ് ജോസഫിനെ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് കൂടുതലായിട്ട് സ്നേഹിച്ചു. അങ്ങനെ ഇരിക്കും സ്നേഹത്തിൻ്റെ സൂചനയായിട്ട് നാം പലപ്പോഴും വലിയ സമ്മാനങ്ങളും മറ്റു ചില കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടല്ലോ. ഇപ്രകാരം പ്രിയപ്പെട്ട പിതാവായിരിക്കുന്ന യാക്കോബ് തൻ്റെ പ്രിയ മകനായിട്ട് അനേക നിറങ്ങളുള്ള നല്ലൊരു നിലയങ്കി അവനുണ്ടാക്കി അവന് കൊടുത്തു.
ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ സഹോദരന്മാരുടെ ഇടയിൽ സന്തോഷവാനായിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ്. എന്നാൽ ജോസഫിനെ സംബന്ധിച്ച് ഒരു പ്രയാസമുണ്ട്. അവനെന്താണ്? അപ്പൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് തൻ്റെ സഹോദരന്മാരെക്കുറിച്ചുള്ള ദുർവർത്തമാനം ചെന്ന് അവൻ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് പറയും. ആ സാഹചര്യത്തിൽ മറ്റ് സഹോദരന്മാരൊക്കെയും ഇവനോട് വെറുപ്പ് മനോഭാവത്തോടു കൂടി അവനെ കാണുവാണ്ടക്കൊണ്ടിടയായി തീർന്നു. അവനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ കാണുവാണ്ടക്കൊണ്ടിടയായി. ഒന്നാമത്തെ കാര്യം, അപ്പൻ അവനെ സ്നേഹിക്കുന്നു, അവന് മനോഹരമായിരിക്കുന്ന വസ്ത്രം കൊടുത്തു. രണ്ടാമത്തെ കാര്യം, ദുർവർത്തമാനം തൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് ചെന്ന് അവർ പറയുന്നുള്ള ആ ദുഃഖത്തിൽ ഭാരത്തിൽ സഹോദരന്മാരായിരുന്നു. ഈ കാരണങ്ങളാൽ ജോസഫിനെ അവർ വെറുക്കുവാണ്ടൊക്കണം ഇടയായിത്തീർന്നു. പിന്നെയും ചില സംഭവങ്ങൾ നടക്കുകയുണ്ടായി. ജോസഫ് തൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ അഭിഷക്തനായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം വേർതിരിച്ച ഒരു പൈതലാണെന്ന് ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ കഴിയും. ജോസഫ് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവനൊരു സ്വപ്നം കണ്ടു. താൻ വയലിൽ ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വയലിൽ കറ്റകൾ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. 11 കറ്റകൾ എഴുന്നേറ്റ് നിന്ന് തൻ്റെ കറ്റയെ നമസ്കരിക്കുന്ന ഒരു കാഴ്ച അവൻ കണ്ട് അത് തൻ്റെ പ്രിയപ്പെട്ട പിതാവിനോടും സഹോദരന്മാരോടും അവൻ വിവരിക്കേണ്ടവരായി തീർന്നു. അതവർ വിചാരിച്ചു, ഞങ്ങൾ നിന്നെ നമസ്കരിക്കുമെന്ന്, ഞങ്ങൾ നിന്നെ ആരാധിക്കുമെന്ന്, ഞങ്ങൾ നിന്നെ ഏത് രീതിയിലാണ് ഞങ്ങൾ നിന്നെ നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ ബഹുമാനിക്കുന്നത്, നിൻ്റെ മുമ്പിൽ ഞങ്ങൾ കീഴ്പ്പെടുന്നതെന്ന് അവർ ചിന്തിച്ച് അവനോട് തർക്കമായിട്ട് അവനോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. വീണ്ടും ജോസഫ് മറ്റൊരു സ്വപ്നം കാണുവാനിടയായി. ആ സ്വപ്നപ്രകാരമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ കുമ്പിടുന്നതായിട്ട് അവൻ ദർശനം കണ്ടു. തൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് ആ ദർശനം പറഞ്ഞപ്പോൾ അദ്ദേഹം അവനെ ശാസിച്ചു, മോനെ, ഞങ്ങൾ നിൻ്റെ മാതാപിതാക്കന്മാർ പോലും നിന്നെ നമസ്കരിക്കുമെന്ന് ചോദിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നടക്കേണ്ടുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന കാര്യം സ്വർഗത്തിലെ ദൈവം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ജോസഫിനെ കൊടുക്കുവാണ്ടൊക്കെയായി തീർന്നു. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ദിവസങ്ങളും മാസങ്ങളും അങ്ങോട്ട് കഴിഞ്ഞു പോവുകയാണ്, മുന്നോട്ട് പോവുകയാണ്. ജോസഫ് തന്നെ ജീവിതത്തിൽ പ്രത്യേകമായിരിക്കുന്ന ആപത്തിൽ അനർത്ഥത്തിൽ വീഴുവാണ്ടൊക്കെ പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 37-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വീണ്ടും ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ജോസഫ് തൻ്റെ വാർദ്ധക്യത്തിലെ പുത്രനാകിയാൽ ഇസ്രായേൽ തൻ്റെ എല്ലാ മക്കളിലും വെച്ച് അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു, ഏറ്റവും അധികമായിട്ട് സ്നേഹിച്ചു. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ അകത്ത് ദർശനമുള്ള ജോസഫ് പുറത്ത് പിതാവ് കൊടുത്ത വസ്ത്രവുമായിട്ട് തൻ്റെ പ്രിയ സഹോദരന്മാരെ കാണുവാണ്ടൊക്കണം അവൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിൻ്റെ സഹോദരന്മാർ വനാന്തരങ്ങളിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരുടെ സ്ഥിതിഗതികൾ നീ ചെന്ന് കണ്ട് മനസ്സിലാക്കി വന്ന് പറയുവാണ്ടൊക്കണം. ജോസഫിനെ പ്രിയപ്പെട്ട പിതാവ് അയക്കുന്നു. ജോസഫ് ദിവസങ്ങളായിട്ട് കാണുവാണ്ടൊക്കണം കഴിയാത്ത സഹോദരന്മാരെ തേടി അവൻ അങ്ങോട്ട് പോകുന്നതായിട്ട് നമുക്ക് ദർശിക്കാനൊക്കെ കഴിയും. ജോസഫ് ചെന്ന് തൻ്റെ സഹോദരന്മാരെ കാണുവാണ്ടൊക്കെ താല്പര്യത്തോടു കൂടി ജോസഫ് പോവുകയാണ്. ജോസഫ് വഴിനീളെ ആളുകളോട് ചോദിച്ചു, എൻ്റെ സഹോദരന്മാരെ കണ്ടുവോ? അവരെവിടെയാണ്? കുറച്ച് ആളുകൾ ആടുകളെ മേയ്ക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടുവോ എന്ന് ജോസഫ് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ എന്താണ്? ദൈവത്തിൻ്റെ ജനം എന്താണ്? പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ വിടുവിക്കൊണ്ടൊക്കണം. എക്കാലത്തും ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ജോസഫ് തൻ്റെ സഹോദരന്മാരെ തേടി അലഞ്ഞലഞ്ഞ് നടന്നു. ഒരു മനുഷ്യൻ കണ്ടിട്ട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അവൻ വിവരങ്ങളൊക്കെയും പറഞ്ഞു. അങ്ങനെ ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ നിന്ന് സഹോദരന്മാർ നോക്കിയപ്പോൾ അകലെ നിന്ന് ഒരുവൻ നടന്നു വരുന്ന കാഴ്ച അവർ കാണുകയാണ്. അവർ നോക്കി, നിലയങ്കിയൊക്കെ ധരിച്ച് സുന്ദരനായിരിക്കുന്ന കോമളനായിരിക്കുന്ന ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയ പ്രത്യേകമായിരിക്കുന്ന ആഹാര സാധനങ്ങളുമായിട്ട് അവൻ കടന്നു വരികയാണ്. ദൂരത്ത് നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് സഹോദരന്മാർ പറയുകയാണ്, സഹോദരന്മാർ നാളുകളായിട്ട് തങ്ങളുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന പക അവർ പുറത്തേക്ക് എടുക്കുകയാണ്. അവർ പറയുകയാണ്, ഇതാ വരുന്നു, സ്വപ്നക്കാരൻ വരുന്നു, നമ്മളെക്കുറിച്ച് പിതാവിൻ്റെ അടുത്ത് ചെന്ന് ഏതോ ദുർവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെതിരായിട്ട് അവർ നിൽക്കുകയാണ്. അവർ കൂടിയാലോചന നടത്തി. അവർ ആലോചന നടത്തിക്കൊണ്ട് പറയുകയാണ്, നമുക്കവനോട് പ്രതികാരം ചെയ്യണം,
നമുക്കവനോട് പ്രതികാരം ചെയ്യണമെന്ന് പറയുകയാണ്. അവൻ അടുത്ത് വന്നപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അവനെ പിടിച്ച് അവൻ്റെ ശരീരത്തിൽ നിന്ന് പ്രിയപ്പെട്ട പിതാവ് കൊടുത്തിരിക്കുന്ന വസ്ത്രം ഊരിയെടുത്തു. നോക്കിയാട്ടെ, സഹോദരന്മാരെ കാണുവാൻ തക്കോണം വളരെ ആർത്തിയോടുകൂടെ വളരെ താല്പര്യത്തോടുകൂടെ വന്ന ദൈവത്തിൻ്റെ ജനമേ, നാം മനസ്സിലാക്കണം എത്ര താല്പര്യത്തോടു കൂടിയാണ് പ്രിയ സഹോദരൻ്റെ അടുത്തേക്ക് വന്നത്. ഒരു ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പ്രിയ മകനെ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ അവനെ ഉപദ്രവിക്കുവാനൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. അവൻ്റെ വസ്ത്രം ഊരി അവരെന്ത് ചെയ്തു? അവനെ ഒരു വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിലേക്ക് അവൻ ഇറക്കുകയാണ്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒരമ്മയുടെ ഉദരത്തിൽ വന്നിരിക്കുന്ന മക്കൾ തമ്മിൽ യാതൊരു സ്നേഹമില്ല, സന്തോഷമില്ല, അവർ തമ്മിൽ യോജിപ്പില്ല. പലവിധമായിരിക്കുന്ന കാര്യങ്ങളിൽ സഹോദരന്മാർ തമ്മിൽ തല്ലുകൂടുകയും പ്രശ്നങ്ങൾ നിർമ്മിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന അനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? യോസേഫിനെ അവർ പൊട്ടക്കിണറ്റിലേക്ക് താഴ്ത്തുകയാണ്, പൊട്ടക്കിണറ്റിലേക്ക് ഇടുകയാണ്. ആ കിണറ്റിൽ കിടന്നുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ വികാരം ഒന്ന് മനസ്സിലാക്കിയാട്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാണല്ലോ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, മറ്റാരുമല്ലല്ലോ ചെയ്യുന്നത്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പറയുകയാണ്, അകത്തെനിക്കൊരു ദർശനമുണ്ടായിരുന്നു, പുറത്ത് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് തന്നിരിക്കുന്ന വസ്ത്രം ഊരിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ ആ വസ്ത്രം ഊരിയെടുത്ത് ഒരു കോലാട്ടിൻകുട്ടിയെ കൊന്ന് ആ രക്തത്തിനകത്ത് മുക്കി തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ അടുത്തേക്ക് ആ വസ്ത്രത്തെ കൊടുത്തയക്കുന്നു. ഇതിനു മുമ്പായിട്ട് തന്നെ നാം കാണുന്നുണ്ട്, ഇസ്മായിൽ എന്ന് പറഞ്ഞിരിക്കുന്ന കച്ചവടക്കാർ അവർ ഈജിപ്തിലേക്ക് വരികയാണ്. അവർ ഒട്ടകങ്ങളും ഒട്ടകത്തിൻ്റെ പുറത്ത് സാമാനങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ അവരെ കണ്ടിട്ട് പറയുകയാണ്, ഈ ജോസേഫിനെ പൊട്ടക്കിണറിൽ നിറക്കി അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവനെ അവർ വിറ്റ് കളയാണ്ടൊക്കെ ഇടയായി തീർന്നു. പ്രിയ സ്നേഹിതന്മാരെ, സ്വന്തം സഹോദരനെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിന് മാംസവുമായിരിക്കുന്ന ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയ സഹോദരന്മാരെന്താണ്? തൻ്റെ വാത്സല്യ സഹോദരനെ അവർ ഇസ്മായിലിയർക്ക് വിൽക്കുകയാണ്. ഇസ്മായിലിയർ അവനെ മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇതേ സമയത്ത് മറ്റ് സഹോദരന്മാരൊക്കെയും ഒരുമിച്ച് കൂടിക്കൊണ്ടവർ പറയുകയാണ്, പിതാവിൻ്റെ അടുത്തേക്ക് ഒരു കോലാട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ തൻ്റെ വസ്ത്രം മുക്കി പിതാവിൻ്റെ അടുത്തേക്ക് കൊടുത്തു വിടുകയാണ്. ജോസേഫ് മറ്റൊരു വഴിയായിട്ട് ഇസ്മായിലിയുടെ കൂടെ കച്ചവടക്കാരുടെ കൂടെ അവൻ സാവകാശം യാത്ര ചെയ്യുകയാണ്. ജോസേഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ജോസഫ് എത്ര ദുഃഖഭാരത്തോടു കൂടിയാണ് പോകുന്നത്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. അവൻ വളരെ ഹൃദയഭാരത്തിലൂടെ പോവുകയാണ്. പക്ഷേ ഉയരത്തിൽ നിന്നുകൊണ്ട് സർവശക്തനായിരിക്കും ദൈവം അവനെ ബലപ്പെടുത്തുകയാണ്. ജോസഫേ, ഞാനിതൊക്കെ ചെയ്യുന്നതിന് എനിക്കൊരു ഉദ്ദേശമുണ്ടെന്ന് ദൈവം അവനെ ബലപ്പെടുത്തി. ഇപ്പോഴിതാ യോസേഫ് മിസ്രൈമ്യരുടെ രാജ്യത്ത് അവൻ അടിമച്ചന്തയിൽ അവൻ പോയി നിൽക്കുകയാണ്, അടിമയായിട്ട് നിൽക്കുകയാണ്. ധാരാളം അടിമകൾ നിർത്തിയിട്ടുണ്ട്. സുന്ദരനായിരിക്കുന്ന വസ്ത്രമില്ലാത്തവനായിട്ട്, അർത്ഥ വസ്ത്രധാരിയായിട്ട് അവനവിടെ നിൽക്കുകയാണ്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ജോസഫിനെ നോക്കിയാട്ടെ, അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. അവൻ ഹൃദയഭാരത്തോട് നിൽക്കുകയാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകൾ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദേശം, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലായിരിക്കുന്ന ദുഃഖഭാരം. ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പൊത്തിഫേർ ആ സ്ഥലത്തേക്ക് വരുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. പൊത്തിഫേർ വന്ന് എന്ത് ചെയ്യുന്നറിയാമോ? അവനെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണം അദ്ദേഹം അവന് വില പറയുകയാണ്. അകത്ത് സ്വപ്നക്കാരനായിരിക്കുന്ന ജോസഫ് ഇതാ മിസ്രൈമിൻ്റെ മാർക്കറ്റിൽ അവൻ നിൽക്കുകയാണ്. ഓരോരുത്തർ വന്നതിന് ശേഷം അവനെ വില പറയുകയാണ്. അവൻ്റെ വില പറയുകയാണ്. അവനെ അവസാനമായിട്ട് പൊത്തിഫേർ അവനെ വാങ്ങിച്ചു കൊണ്ടുപോയി തൻ്റെ വീട്ടിലെ ജോലിക്കാരനായിട്ട് അവനെ ആക്കി. അങ്ങനെ പൊത്തിഫേർ ആ സ്ഥാനത്തായി കഴിഞ്ഞു. ഇവിടെ നോക്കിയാട്ടെ, പൊത്തിഫേറിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന നല്ലൊരു പൈതലിനെ അല്ലെങ്കിൽ നല്ലൊരു ദാസനെ അവന് ലഭിച്ചു. സുന്ദരനാണ്, ആരോഗ്യവാനാണ്. 17-ാമത്തെ വയസ്സുള്ള ഈ ജോസഫിനെ പൊത്തിഫേറിന് ലഭിക്കുന്നതായിട്ട് കാണുന്നു. പൊത്തിഫേർ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. തൻ്റെ ഭവനത്തിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ 39-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവിടെ നാം വായിക്കുന്ന ഇപ്രകാരമാണ്:
യോസേഫ് കാഴ്ചയ്ക്ക് സുന്ദരനും സുമുഖനും ആയിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ യജമാനൻ്റെ ഭാര്യ യോസേഫിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എന്നോട് കൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. കാലങ്ങൾ മുന്നോട്ട് നീങ്ങി. യോസേഫ് പോത്തിഫേറിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ജോലിക്കാരനാണ്. കാരണം എന്താണ്? വിശ്വസ്തനായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം അവന് വസിക്കുന്നിടത്തോളം കാലം അവൻ വിശ്വസ്തനാണ്. അവൻ എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായിട്ട് നേതൃത്വം കൊടുത്തു. പോത്തിഫേറിൻ്റെ ഭാര്യയ്ക്ക് അവനോട് പ്രത്യേകമായിരിക്കും താല്പര്യമുണ്ടായി. അവനെ പാപത്തിലേക്ക് വീഴ്ത്തുവാൻ ഒക്കണം, ദൈവത്തിൻ്റെ 7-ാം കൽപ്പന ലംഘിപ്പാൻ ഒക്കണം അവനെ നിരന്തരമായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനതിന് വിസമ്മതിച്ചു. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു ദിവസം ആ കൊട്ടാരത്തിനകത്ത് മറ്റാരുമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പോത്തിഫേറിൻ്റെ ഭാര്യ അവനെ ബലമായിട്ട് പിടിക്കുവാനൊക്കെയായി തീർന്നു. പക്ഷേ പോത്തിഫേറിൻ്റെ ഭാര്യയെ അവനെ പിടിക്കുവാനൊക്കെ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നം അകത്ത് സൂക്ഷിക്കുന്ന യോസേഫ് പറയാണ്, എന്നെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, അതുകൊണ്ട് ഈ പാപം ചെയ്യുവാനൊക്കണം എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോത്തിഫേറിൻ്റെ ഭാര്യയുടെ ആഗ്രഹത്തിൽ നിന്ന് അവൻ ഓടിപ്പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ലജ്ജിതയായ പോത്തിഫേറിൻ്റെ ഭാര്യ ഇവൻ്റെ വസ്ത്രം പിടിച്ചുരിഞ്ഞ് അവൾ കയ്യിൽ വെച്ചുകൊണ്ട് അവൾ ഇരിക്കുകയാണ്. അവൾ പകൽ മുഴുവനായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോത്തിഫേർ വരുന്നവരെയും അവളെ വസ്ത്രം കൈവച്ചുകൊണ്ട് അവനെതിരായിട്ട് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ലോകത്തിൽ അനേക ദുഷ്ടശക്തികൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അനേക ആളുകളെ വീഴ്ത്തിയ പോർക്കളത്തിലാണ് നാം നിൽക്കുന്നത്. അനേക സുവിശേഷകന്മാരെ ലോകം വീഴ്ത്തിയിട്ടുണ്ട്. അനേക കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അനേക മാതാപിതാക്കന്മാരുടെ ജീവിതത്തെ, അനേക കുടുംബജീവിതത്തെ തകർത്തിട്ടുണ്ട് പിശാച്. ഇവിടെ ഇതാ പോത്തിഫേർ വന്നപ്പോൾ വിവരങ്ങളൊക്കെയും അറിഞ്ഞു. അവനെന്ത് ചെയ്യുന്നറിയാമോ? അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുവാണ്ടൊക്കെയായിത്തീർന്നു. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദർശനം ലഭിച്ചവന് ആദ്യമായിട്ട് പിതാവിൻ്റെ വസ്ത്രവും നഷ്ടപ്പെട്ടു. രണ്ടാമത് അടിമച്ചന്തയിൽ നിൽക്കുകയാണ്. മൂന്നാമത് ഇതാ തനിക്ക് ലഭിച്ചിരിക്കുന്ന ദാസനായിട്ട് തനിക്ക് ലഭിച്ച ആ വസ്ത്രവും പറിച്ച് ഉരിഞ്ഞു മാറ്റി. ഇന്നിതാ ജയിലിൻ്റെ ഉള്ളിൽ ഈ പ്രിയ സഹോദരൻ അകപ്പെട്ടിരിക്കുകയാണ്. മിസ്രൈമിലെ ജയിലിൻ്റെ ഉള്ളിൽ അവൻ അകപ്പെട്ടിരിക്കുകയാണ്. ജയിലിനകത്ത് കിടന്നുകൊണ്ട് അവനെന്താണ് ആ സ്ഥാനത്ത് അവൻ അവിടെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അവനൊരു പാപവും ചെയ്തിട്ടില്ല, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് വല്ലാതെ വേദനയോടുകൂടെ അവനോട് പ്രാർത്ഥനയോടുകൂടെ ആ സ്ഥലത്ത് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ജോസഫേ, നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ജോസഫ് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് പറയും, ഞാനൊരു തെറ്റും എൻ്റെ ദൈവത്തിന് മുമ്പാകെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിച്ചു. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എൻ്റെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ആ ദർശനത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുകയാണ്. ഇതേ സമയം യാക്കോബിൻ്റെ കരങ്ങളിൽ തൻ്റെ വസ്ത്രം ലഭിച്ചു. യാക്കോബ് അത് നോക്കിക്കൊണ്ട് അവൻ ദൈവത്തോട് പറയുകയാണ്. അവൻ കണ്ണുനീരോടുകൂടെ, അവൻ വേദനയോടുകൂടെ കരഞ്ഞ് ദിവസങ്ങൾ എണ്ണി മാറ്റുകയാണ്. വളരെ ദുഃഖഭാരത്തോടുകൂടി തൻ്റെ പ്രിയപ്പെട്ട പിതാവ് കഴിഞ്ഞുകൂടുന്നു. ഇതേ സമയത്ത് നാം മനസ്സിലാക്കുമ്പോൾ ജോസഫ് ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ജോസഫ് 2 കൈയും കാലുകളൊക്കെ ചങ്ങലകൾ ധരിക്കപ്പെട്ടവനായിട്ട് അവൻ ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അവന് സ്വാതന്ത്ര്യമില്ല. അവൻ ആ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലെ ജയിലിൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിനകത്ത് കൊണ്ട് അടയ്ക്കുന്ന ജയിൽ പുള്ളികളുടെ കൈകാലുകളൊക്കെ ചങ്ങലയിട്ട് അവർ പൂട്ടിയിടുക സ്വാഭാവികമാണ്, അല്ലെങ്കിൽ ചങ്ങലയാൽ ബന്ധിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഈ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ജോസഫ് അവിടെ കിടക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദാസന് അതിനകത്ത് ചെന്നുപെടുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശം നാം മനസ്സിലാക്കണം. രാജകൊട്ടാരത്തിൽ വീഞ്ഞ് വിളമ്പുന്നവനും അപ്പം വിളമ്പുന്നവനുമായിരിക്കുന്ന 2 ദാസന്മാർ അവനോടൊരുമിച്ച് ആ ജയിലിൽ വരുവാനൊക്കെയായിത്തീർന്നു. അവരുടെ എല്ലാ ശുശ്രൂഷകളും അവനെ ഏൽപ്പിച്ചു. അങ്ങനെ ജയിലിനകത്ത് കിടക്കുന്ന സാഹചര്യത്തിൽ അവർ 2 പേരും 2 സ്വപ്നം കണ്ടു. വീഞ്ഞ് വിളമ്പുന്നവരുടെ സ്വപ്നം കണ്ടു, അപ്പക്കാരൻ്റെ സ്വപ്നം കണ്ടു. അപ്പക്കാരൻ്റെ സ്വപ്നം ഇപ്രകാരമാണ്. ഏതാനും നിമിഷങ്ങൾക്കുമായിട്ട് അവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തലയിൽ ഒരു അപ്പവുമായിട്ട്, അല്ലെങ്കിൽ കൊട്ടയ്ക്കകത്ത് അപ്പവുമായിട്ട് അവൻ യാത്ര ചെയ്യുന്നു. അത് പക്ഷികൾ വന്ന് അത് പെറുക്കിക്കൊണ്ടു പോകുന്ന കാഴ്ച കാണുന്നു. അതിൻ്റെ വ്യാഖ്യാനം
ജോസഫ് പറയുകയാണ് 2-3 ദിവസങ്ങൾക്കകമായിട്ട് നിന്നെ ശിരച്ഛേദം ചെയ്ത് കളയും രാജാവെന്ന് പറയുകയാണ്. വീഞ്ഞുകാരൻ കണ്ടു, അവൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. നീ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകും. അവനോട് പറഞ്ഞു, നീ രാജകൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞ് അവനെ വിടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ രാജകൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനവനെ മറന്നു കളയാണ്ടൊക്കെയായി തീർന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞുപോയി, മാസങ്ങൾ കഴിഞ്ഞുപോയി. ഇതാ രാജകൊട്ടാരത്തിനകത്ത് വീണ്ടും കർത്താവായി ദൈവത്തിൻ്റെ വചനം പ്രകാരം ജോസഫിനെ മാനിക്കുവാണ്ടൊക്കണം. യോസേഫിൻ്റെ ജയിലിൻ്റെ അവസാനം വന്നെത്തിയിരിക്കുന്നു. ദൈവം അറിഞ്ഞുകൊണ്ട് രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം വ്യാഖ്യാനിക്കാണ്ടൊക്കണം. രാജാവ് സകല ആളുകളോടും പറഞ്ഞു, എല്ലാ ആൾക്കാരെയും വിളിച്ചു. ആർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീഞ്ഞു വിളമ്പുന്ന ആ മനുഷ്യൻ പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു എബ്രായ ബാലൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ട സ്വപ്നം എന്നോട് പറയുകയും അതിന് പ്രകാരം രാജകൊട്ടാരത്തിലേക്ക് വന്നു. അങ്ങനെയാകുന്നുവെങ്കിൽ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ജോസഫിനെ നീ വിളിക്കുകയാണെങ്കിൽ അവൻ നിശ്ചയമായിട്ടും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നിന്നോട് പറഞ്ഞു തരുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ജോസഫിനെ അവർ വിളിക്കുകയും ജോസഫ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവജനമേ, ദൈവത്താൽ അഭിഷക്തനായിരിക്കുന്നൊരു മനുഷ്യന്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യന് ഇപ്രകാരം ചെയ്യുവാണ്ടൊക്കെ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. മറ്റാർക്കും കഴിയാത്ത അനേക കാര്യങ്ങൾ ദൈവമക്കൾക്ക് ചെയ്യുവാണ്ടൊക്കെ കഴിയും. ഇവിടെ എന്താണ്, ജോസഫ് സ്വപ്നം വർണ്ണിച്ചു കൊടുത്തു. അത് രാജാവിന് ഇഷ്ടമായി. ജോസഫിനെ വലിയൊരു രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടൊക്കണം, അല്ലെങ്കിൽ വലിയൊരു പദവിയിലേക്ക് അവനെ കൊണ്ടുവരേണ്ടൊക്കണം. രാജാവിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെ ജോസഫ് രാജകൊട്ടാരത്തിൽ വന്നു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് യിരെമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം യിരെമ്യാവിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. നിങ്ങളെന്നെ ഭയപ്പെടുകയില്ലയോ, എൻ്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ കടലിനെ കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യ പ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. തിരകൾ ആഞ്ഞടിക്കുകയും ആഞ്ഞടിക്കുമെങ്കിലും അവ വിജയിക്കുകയില്ല. എത്ര തന്നെ ഇരച്ചാലും അല്ലെങ്കിൽ അതിർ കവികയില്ല. ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കെതിരായിട്ട് വെക്കട്ടെ, ജോസഫേ, നിൻ്റെ ജീവിതത്തിൻ്റെ മിസ്രൈമിലെ അടിമത്തത്തിൻ്റെ നിൻ്റെ ജയിൽവാസം അവസാനിച്ചു. നീ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ വചനം തുടർന്ന് നാം വായിക്കുമ്പോൾ ജോസഫ് ഫുഡ് മിനിസ്റ്ററായിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇസ്രായേൽ ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. യാക്കോബ് തൻ്റെ മക്കളോട് പറയുകയാണ്, നിങ്ങൾ ആഹാരം കൈക്കൊള്ളുവാണ്ടൊക്കണം, മിസ്രൈമിൽ സുഭിക്ഷമായിട്ട് ആഹാരമുണ്ടെന്ന് ഞാൻ അറിയുന്നെന്ന് പറഞ്ഞു. അവനെ അവിടേക്ക് വിടുകയാണ്. അവർ ആഹാരത്തിന് വേണ്ടി പണവുമായിട്ട് ചാക്കുകളുമായിട്ട് അവരുടെ കഴുതപ്പുറത്ത് അവർ മിസ്രൈമിലേക്ക് വന്നു. രാജകൊട്ടാരത്തിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ജോസഫ് ഫുഡ് മിനിസ്റ്ററായിട്ട് ഭക്ഷണം കൊടുക്കുവാണ്ടൊക്കെ അതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ജോസഫിനെ കണ്ട് അവർ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ജോസഫ് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ മനസ്സിലാക്കി. ജോസഫ് പറയുകയാണ്, ജോസഫ് തൻ്റെ ഹൃദയത്തിനകത്ത് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ദുഃഖഭാരത്തോടുകൂടി അവനകത്ത് പോയി, എൻ്റെ സഹോദരന്മാർ കഴിഞ്ഞ നാളുകളിൽ എന്നെ പിടിച്ച് പൊട്ടക്കിണറിലേക്ക് ഇട്ട് അടിമകളായിട്ട് എന്നെ വിറ്റ് കളഞ്ഞു. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ സഹോദരന്മാരെക്കുറിച്ച് ഓർത്തു വളരെ ദുഃഖത്തോടുകൂടി അവൻ കണ്ണുനീരോടുകൂടെ അകത്ത് പോയി കരഞ്ഞു. യോസഫ് എന്ത് ചെയ്യുന്നറിയാമോ? തന്നെ ഉപദ്രവിച്ച, തന്നെ വേദനിപ്പിച്ച, തന്നെ ദുഃഖിപ്പിച്ച, തന്നെ വ്യസനിപ്പിച്ച, തന്നെ വിറ്റുകളഞ്ഞ സഹോദരന്മാരുടെ ചാക്കിൽ അവൻ ധാരാളം ഭക്ഷണം നിറച്ചു കൊടുത്തു. അവരുടെ പണവും വെച്ച് കെട്ടി അവരെ സമാധാനത്തോടെ അയക്കുകയാണ്. നാം ഇന്നെങ്ങനെയാണ് നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ട് കഴിയുമോ? പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നിനക്കൊരു ദോഷവും വരുത്തുന്ന ദൈവമല്ല. ദൈവം നിന്നെ കരുതുന്ന ദൈവമാണ്. നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നീ എത്രമാത്രം ദുഃഖത്തിലായിരുന്നാലും നിന്നെ കരുതുന്നൊരു ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായിരിക്കുന്ന അടിയൻ്റെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ജോസഫ് അകത്ത് സ്വപ്നവും പുറത്ത് ലോകം കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ ഊരപ്പെട്ടവനായിട്ട് ദുഃഖിതനായിട്ടിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ സ്വപ്നക്കാരനെ ദൈവം മാനിച്ചു. കർത്താവേ, തൻ്റെ സഹോദരന്മാരുടെ പ്രതികാരം ചെയ്യാതെ അവരുടെ ചാക്കിൽ ഭക്ഷണം കൊടുത്ത് അവരുടെ പണവും തിരികെ കൊടുത്ത് അവരെ മാനിച്ചല്ലോ. ലോകത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അവരെ സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്ന ശുഭാക്തി വിശ്വാസത്തോടെ ജീവിപ്പാൻ സഹായിക്കണം. ദൈവമേ, കേൾവിക്കാരായി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കണം. ഇതേ വിധം ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ സന്നിധിയിൽ
ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.